പാലക്കാട് എലപ്പുള്ളിയിലെ ഒയാസിസ് മദ്യനിർമ്മാണശാലയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രദേശത്തെത്തിയ സംഘത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. മദ്യക്കമ്പനി ആരംഭിക്കുന്ന 25 ഏക്കറോളം ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയാണ് നാട്ടുകാർ തടഞ്ഞത്. എന്നാൽ കാട് വെട്ടിത്തെളിക്കാനായാണ് ഇവ എത്തിയതെന്നാണ് ഒയാസിസ് കമ്പനി പ്രതിനിധി പറയുന്നത്. രാവിലെ 7:55 കൂടിയാണ് എലപ്പുള്ളിയിൽ ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനി മദ്യനിർമ്മാണശാല ആരംഭിക്കുന്ന ഭൂമിയിലേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ എത്തിച്ചത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും സമരസമിതിയും ചേർന്ന് സംഘത്തെ തടഞ്ഞു. മക്കളും ഒക്കെ വിഷം കഴിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു, തൂങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ അയൽവാസികൾ വിറ്റിട്ട് ഇനിയിപ്പോ കമ്പനി വന്നാൽ അമ്മമാരനെ നോക്കണ്ടേ, വെട്ടിക്കൊല്ലും. വേണ്ടേ വേണ്ട. എത്ര കാലം ജീവിക്കേണ്ട മക്കളൊക്കെ ദുർമരണമായി പോണത്. ഇനിയിപ്പോ ഇതും കൂടി വന്നത് എന്തായിരിക്കും? കോടതിയിൽ കേസ് നിലനിൽക്കെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ ഭൂമിയിലേക്ക് കടത്തിവിടില്ലെന്ന് സമരസമിതി നിലപാട് സ്വീകരിച്ചു. കാട് വെട്ടിത്തെളിക്കുന്നതിന്റെ മറവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് സമരസമിതി വ്യക്തമാക്കി. ഇയാൾക്ക് എവിടെ നിന്നാണ് വെള്ളത്തിന്റെ സോഴ്സ്, ഇയാൾക്ക് ഇതിനുള്ള പെർമിഷൻ ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ, ഒന്നും അറിയാണ്ട് വഴി കൂടെ പോകുന്ന ഒരു സുരേഷിന്റെ സാക്ഷ്യപത്രം വെച്ചിട്ട് ഇവരെങ്ങനെ പഞ്ചായത്തിലോട്ട് വരും? അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയ ദുരൂഹതയുണ്ട്. എന്നാൽ സർവേ ഉൾപ്പെടെ നടത്തുന്നതേ ഉള്ളൂ എന്നും കാട് വെട്ടിത്തെളിക്കാനായി മാത്രമാണ് എത്തിയിരുന്നതെന്നും കമ്പനി അധികൃതർ പറഞ്ഞു. സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിന് 6 മാസം മുമ്പ് തന്നെ ഞങ്ങൾ ഈ ഭൂപരിഷ്കരണ നിയമപ്രകാരം ലാൻഡ് കൺവേർഷന് വേണ്ടിയുള്ള ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നതുകൊണ്ട് നമ്മുടെ സ്വന്തം ഭൂമിയിൽ കാട് വെട്ടാൻ പാടില്ല എന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ട്? ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ തിരിച്ചു കൊണ്ടുപോയി. എന്നാൽ ഇനിയും തിരികെ വരുമെന്ന സാധ്യത മുന്നിൽ കണ്ട് സമരസമിതി പദ്ധതി പ്രദേശത്ത് പന്തൽ കെട്ടി സമരം ആരംഭിച്ചിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷമാണ് പ്രദേശത്ത് വീണ്ടും സമരം ആരംഭിക്കുന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.